നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നൂരിലെ വ്യോമസേന ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് മരണപ്പെട്ടു. വിടവാങ്ങിയത് രാജ്യത്തെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി. വഖഫ് നിയമന വിവാദത്തിൽ സമരത്തിനില്ലെന്ന് സമസ്ത. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഒരു സമരത്തിനും സമസ്ത ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തിരൂരിലെ ഇന്ത്യ 1 ATM-ൽ നിന്നും പഴകിയതും കീറിയതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതി. കോട്ടക്കൽ വെന്നിയൂർ സ്വദേശി ബാബയ്ക്കും പൊക്കൽ കള്ളിയത്ത് ആശുപത്രി മാനേജർ സന്തോഷ് കുമാറിനുമാണ് കീറിയ നോട്ടുകൾ ലഭിച്ചത്. കേരളത്തിൽ 5038 പേർക്ക് കോവിഡ്. ജില്ലയിൽ ഇതുവരെ 48.90 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കുന്നൂരിലെ വ്യോമസേന ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് മരണപ്പെട്ടു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 13 പേരും മരണപ്പെട്ടു. റാവത്തിന്റെ ഭാര്യ മധുരികയും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിലെ ഊട്ടിക്കടുത്തുള്ള കൂനൂരിൽ വ്യോമസേന ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് മരിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചു. സംയുക്ത സേനാ മേധാവിക്കൊപ്പം ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് 13 പേരാണ്. റാവത്തിന്റെ ഭാര്യ മധുലിക, ബ്രിഗേഡിയർ LS ലീഡർ ലഫ്റ്റനന്റ് കേണൽ ഹർജിന്ദർ സിംഗ്, നായകുമാരായ ഗുരുസേവ് സിംഗ്, ജിതേന്ദ്രകുമാർ, ലാൻസ് നായിക്, വിവേക് കുമാർ, സായി തേജ, ഹവിൽദാർ സത്പാൽ എന്നിവരായിരുന്നു മറ്റു യാത്രക്കാർ. ഊട്ടിയിലെ കൂനൂരിലാണ് ഉച്ചയ്ക്ക് 12:20 ഹെലികോപ്റ്റർ തകർന്നു വീണത്. കോയമ്പത്തൂരിലെ സുലൂർ വ്യോമകേന്ദ്രത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്ന് കരുതുന്നു. അപകട സമയത്ത് കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. കട്ടേരി ഫാമിന് സമീപമായിരുന്നു അപകടം. ഹെലികോപ്റ്റർ വെല്ലിംഗ്ടണിൽ ഇറങ്ങാതെ തിരിച്ചു പോകുമ്പോഴാണ് അപകടമെന്ന് കരുതുന്നു. വ്യോമസേനയുടെ MI-17 V5 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെക്കുറിച്ച് വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2020 ജനുവരി 1 രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയായി ബിപിൻ റാവത്ത് ചുമതലയേറ്റത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയായിരുന്നു റാവത്ത്. ജ്വലിക്കുന്ന സേനാവീര്യത്തിന്റെ ഉദാത്ത മാതൃകയാണ് അപകടത്തിൽ പൊലിഞ്ഞത്. 1958 മാർച്ച് 16 ഉത്തരാഖണ്ഡിലെ പൗരിയിലാണ് ബിപിൻ റാവത്തിന്റെ ജനനം. സൈനിക പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത്. പിതാവ് ലക്ഷ്മൺ സിംഗ് റാവത്ത് കരസേനയിലെ ലഫ്റ്റനന്റ് ജനറലായിരുന്നു. ഡെറാഡൂണിലെ കാംബ്രിയൻ ഹാൾ സ്കൂളിലും ഷിംലയിലെ സെന്റ് എഡ്വേർഡ് സ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലുമായി തുടർ വിദ്യാഭ്യാസം. കൂനൂരിലെ വെല്ലിംഗ്ടണിലുള്ള ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ട്. 2016 ഡിസംബർ 31 കരസേനാ മേധാവിയായി ചുമതലയേറ്റ അദ്ദേഹം 2020 ജനുവരി 1 സംയുക്ത സേനാ മേധാവിയായി. 2015 ഫെബ്രുവരി 3 നാഗാലാൻഡിലെ ദിമാപൂരിലെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും റാവത്ത് രക്ഷപ്പെട്ടിരുന്നു. പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ, ഉത്തം യുദ്ധ സേവാ മെഡൽ, യുദ്ധ സേവാ മെഡൽ, സേനാ മെഡൽ തുടങ്ങി നിരവധി സൈനിക ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. വഖഫ് നിയമന വിവാദത്തിൽ സമസ്ത സമരത്തിനില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഒരു സമരത്തിനും സമസ്ത ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. വഖഫ് നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയത്. നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സമരത്തിനും പ്രതിഷേധത്തിനുമില്ലെന്നും സമരം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഭാവിയിൽ എന്തു ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഇത് മാന്യമായ മറുപടിയല്ലേ എന്നുമായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് ബഹുമുഖ്യമന്ത്രി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആശാവഹമാണ്. മുസ്ലിം സംഘടനകളുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കണം. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് പോയ നമ്മളെ പ്രതിനിധി സംഘത്തിന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷം മുസ്ലിം സംഘടനകളുമായി കൂടിയാലോചിച്ച് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. ഇതാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. ലീഗുമായി അകലമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിയുമായും അകലമില്ല എന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി. ലീഗിന്റെ റാലി രാഷ്ട്രീയ റാലിയാണ്. മുസ്ലിം സംഘടനകളുടെ പൊതു കോർഡിനേഷൻ കമ്മിറ്റി സമസ്തക്കില്ല. അത് ആവശ്യം വരുമ്പോൾ തങ്ങന്മാർ വിളിക്കുമ്പോൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയൂല. ആരും ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ വിടൂലേനും. പക്ഷേ ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഞങ്ങൾ മനസ്സിലാക്കണില്ല. സമസ്തനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആരെയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതുമല്ല, അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതൊരു വിഡ്ഢിത്തല്ലേ. സമസ്തനെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ കഴിയുക? ഇത്ര ജനകീയ അടിസ്ഥാനമുള്ള ഒരു സംഘടന. സമസ്തക്ക് ആദ്യം തന്നെ ആരേറ്റവും അകലില്ല, ആദ്യം തന്നെ ആരേറ്റവും അടുപ്പില്ലല്ലോ.
പിന്നെ ഇവിടെ ചില സംഘടനകളെയൊക്കെ അതിൽ സമസ്തന്റെ പ്രതിനിധികൾ അധികം ഉണ്ടാവും. അപ്പൊ ആ നിലക്ക് കുറെ അടുപ്പുകൾ ഉണ്ടാവും, ആ സൗഹൃദം എന്നുള്ള നിലക്ക് അങ്ങനെ പലതും ഉണ്ടാവാം. അത്രയല്ലേ ഉള്ളൂ. അതേസമയം വഖഫ് ബോർഡ് നിയമനം സംബന്ധിച്ച് സർക്കാരിന് പ്രത്യേക നിർബന്ധ ബുദ്ധിയില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. വിശദമായ ചർച്ച നടത്തുകയും തീരുമാനമുണ്ടാകുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തുടരുമെന്നും PSCക്ക് നിയമനം വിടുന്നതിലൂടെ മുസ്ലിം വിഭാഗത്തിൽപ്പെടാത്തവർക്കും വഖഫ് ബോർഡിൽ ജോലി കിട്ടുമെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള സമസ്തയുടെ നിലപാട് ലീഗിന്റെ രാഷ്ട്രീയ കരുനീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത്. വിഷയത്തിൽ ലീഗ് വ്യാഴാഴ്ച വഖഫ് സംരക്ഷണ സമ്മേളന റാലി നടത്താനിരിക്കുകയാണ്. മുസ്ലിം സംഘടനകളുടെ ആകെ പിന്തുണയുണ്ടെന്നാണ് ലീഗ് നേതൃത്വം നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇതിനു പിന്നാലെ സമസ്ത നേരത്തെ സമരത്തിൽ നിന്ന് പിന്മാറിയതോടെ മറ്റു സംഘടനകളെയും ഒഴിവാക്കി ഒറ്റയ്ക്കുള്ള പ്രതിഷേധം നടത്താനാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. പെട്രോൾ ഡീസൽ നികുതി സംസ്ഥാന സർക്കാർ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട BJP മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തിരുനാവായ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി PP ഗണേശനും ചമ്രവട്ടത്ത് സംസ്ഥാന സമിതി അംഗം K നാരായണ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര മാതൃകയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുക എന്നാവശ്യപ്പെട്ടാണ് BJP മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ചമ്രവട്ടത്ത് നടന്ന ധർണ സംസ്ഥാന സമിതി അംഗം K നാരായണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ തുറകളിൽ വ്യാപാരികൾ, വ്യവസായികൾ, ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ എല്ലാവരും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകാൻ നാമമാത്രമായെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതുപോലെ കേരള സർക്കാരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെട്ടു. ഈ കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര ഗവൺമെന്റിന്റെ മാതൃക പിന്തുടരുമെന്ന് പറഞ്ഞപ്പോൾ നിരാകരിക്കുകയും അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുകയും ചെയ്ത ധിക്കാരപരമായ നിലപാടിനെ എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ സായാഹ്ന ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് CM വാസുദേവൻ അധ്യക്ഷനായിരുന്നു. VV ഭാസ്കരൻ, TP വാസുദേവൻ, PK ബാബുരാജ്, TP സുബ്രഹ്മണ്യൻ, PP വാസൻ, ശ്രീധരൻ തളിയാടത്തിൽ, ജിഷാദ്, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. BJP തിരുനാവായ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ ജില്ലാ സെക്രട്ടറി PP ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു ഈച്ച ചെത്താൽ സമരം ചെയ്യുന്ന, ഉറുമ്പ് ചെത്താൽ സമരം ചെയ്യുന്ന DYFI-കാരന്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ UP-യിലേക്കും അതുപോലെ തന്നെ മധ്യപ്രദേശിലേക്കും നോക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നിരന്തരമായിട്ട് ക്രൂശിക്കുവാൻ വേണ്ടി വായ തുറക്കുന്ന DYFI-കാരനും അതുപോലെ തന്നെ CPM-കാരനും കേരളം ഭരിക്കുന്ന മന്ത്രിമാരും കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ആനുപാതികമായിട്ട് വില കുറയ്ക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ അധ്യക്ഷനായിരുന്നു. ഷിജു A, PP രാമചന്ദ്രൻ, സത്താർ ഹാജി കള്ളിയത്ത, രാജേഷ് TK, KP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് UDF-ന് തകർപ്പൻ ജയം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളും UDF തൂത്തുവാരി. ഊർങ്ങാട്ടിരി, കാലടി, തിരുവാലി, പൂക്കോട്ടൂർ, മക്കരപ്പുറം പഞ്ചായത്തുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലയിലെ 5 പഞ്ചായത്തുകളിലായി 5 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 4 ജനറൽ വാർഡുകളിലും ഒരു വനിതാ സംവരണ വാർഡിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഊർങ്ങാട്ടിരി, കാലടി, തിരുവാലി, പൂക്കോട്ടൂർ, മക്കരപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കാലടി പഞ്ചായത്തിലെ വനിതാ സംവരണ വാർഡായ 6ാം വാർഡ് ചാലപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രജിത വിജയിച്ചു. 278 വോട്ടുകൾക്കാണ് രജിതയുടെ വിജയം. രജിതയ്ക്ക് ആകെ 593 വോട്ടാണ് ലഭിച്ചത്. LDF സ്വതന്ത്രയായ സുബൈദ 311 വോട്ട് നേടി. SDPI സ്വതന്ത്രയായ ചോയ്വളപ്പിൽ റസീനയ്ക്ക് 104 വോട്ട് ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ചാലപ്പുറത്താകെ 1033 വോട്ടാണ് രേഖപ്പെടുത്തിയത്. തിരുവാലി പഞ്ചായത്തിലെ 7ാം വാർഡ് UDF നിലനിർത്തി. പൊതുസംഭരണ വാർഡായ കണ്ടമംഗലം വാർഡിൽ 106 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി അല്ലേക്കാടൻ സജീസ് വിജയിച്ചത്. ഇദ്ദേഹം 718 വോട്ട് നേടി. LDF സ്വതന്ത്രനായ TP താഹിർ മാസ്റ്റർ 612 വോട്ടാണ് നേടിയത്. സ്വതന്ത്രരായി ജനവിധി നേടിയ K സജീഷിന് 7 വോട്ടും സഫീറിന് 11 വോട്ടും ലഭിച്ചു. 1348 വോട്ടാണ് കണ്ടമംഗലത്ത് ആകെ രേഖപ്പെടുത്തിയത്.
വോട്ടർമാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ കുത്തക തന്നെ യുഡിഎഫിന്റെ അഭിവാദ്യങ്ങൾ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ വേഴക്കാട് 365 വോട്ടിന് UDF വിജയിച്ചു. മുന്നണികൾക്ക് പുറമെ ഒരു സ്വതന്ത്രൻ കൂടെ ഉൾപ്പെടെ 4 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥി ശിവകുമാർ എന്ന സത്യൻ 384 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആകെ 767 വോട്ടാണ് ശിവകുമാർ നേടിയത്. LDF സ്ഥാനാർത്ഥിയായ സതീഷ് ചന്ദ്രൻ ചോലാട്ടിന് 383 വോട്ട് ലഭിച്ചു. സ്വതന്ത്രനായ മുജീബ് റഹ്മാൻ 5 വോട്ട് ലഭിച്ചു. പൂക്കോട്ടൂർ ചിനക്കലിൽ മുസ്ലിം ലീഗിലെ അബ്ദുൾ സത്താർ 998 വോട്ടിന് വിജയിച്ചു. LDFിലെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ 288 വോട്ടാണ് നേടിയത്. ചിനക്കലിൽ ആകെ 1303 വോട്ടാണ് രേഖപ്പെടുത്തിയത്. മക്കരപ്പറമ്പ് കാച്ചിനക്കാട് പടിഞ്ഞാറ് മേഖലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFിലെ സി ഗഫൂർ ജയിച്ചു. 90 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇദ്ദേഹം 675 വോട്ട് നേടി. LDF സ്വതന്ത്രനായ യൂസഫ് കരുവള്ളി 585 വോട്ട് നേടി. ഇവിടെ ആകെ രേഖപ്പെടുത്തിയത് 1260 വോട്ടാണ്. മോദി അംബാനി അദാനി കൂട്ടുകെട്ടിനെ രാജ്യത്തെ കൊള്ളയടിക്കാനാണ് കർഷകദ്രോഹ നിയമങ്ങൾ നടപ്പാക്കിയതെന്ന് ഡൽഹി കർഷക സമര നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വിജു കൃഷ്ണൻ പറഞ്ഞു. തിരൂരിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും കാർഷിക സമരവും എന്ന വിഷയത്തിൽ നടന്ന കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജു കൃഷ്ണൻ. വിലകയറ്റം ആകാശം തൊടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു അന്ന് പറഞ്ഞത്. बहुत हो गया महिला पर अत्याचार, സ്ത്രീകൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അത്രമാത്രമല്ല, യുവാക്കൾക്ക് ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. എല്ലാ ഇന്ത്യൻ പൗരന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടും 15 ലക്ഷം എത്തിച്ചു തരും. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ. അച്ഛേ ദിൻ ആയെങ്കെ, എല്ലാവർക്കും നല്ല നാളുകൾ വരും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങളായിരുന്നു. അധികാരമേറ്റ ഒരാഴ്ചക്കകത്ത് തന്നെ നമ്മൾ കൃഷിമന്ത്രിയെ പോയി കണ്ട്, നിങ്ങൾ വാഗ്ദാനം നൽകിയ മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% താങ്ങുവില ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞപ്പോ കൃഷിമന്ത്രി നമ്മളോട് പറയാ, ഒരു മടിയില്ലാതെ പറയുന്നു, വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സോ സീരിയസ്ലി? നിങ്ങൾ ഇത് ഇത്ര കാര്യമാക്കുന്നത് എന്തിനാ? അത് വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ ഒരു വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരു മടിയില്ലാതെയാണ് കൃഷിമന്ത്രി പറഞ്ഞത്. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് 1 ലക്ഷത്തിലേറെ കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും കർഷക ജനത അസ്വാതന്ത്ര്യത്തിന്റെ നടുവിലാണ് കഴിയുന്നത്. രാജ്യം കോവിഡിന്റെ പിടിയിലായപ്പോൾ കോവിഡ് പ്രതിരോധം നടത്താതെ മുത്തലാഖ് പൗരത്വ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തിയും വിദ്യാർത്ഥികളെയും കർഷകരെയും കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു മോദി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഗോരക്ഷയുടെ പേരിൽ നിരന്തരം മുസ്ലിം ദളിത് വിഭാഗത്തിൽപ്പെട്ട കർഷകരെ വേട്ടയാടിക്കൊണ്ട് നിരവധി ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത്. അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. എഴുത്തുകാർക്കെതിരെ, യുക്തിവാദികൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സമീപനം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 6 മാസത്തിനുള്ളിൽ തന്നെ കർഷകന്റെ ഭൂമി ഏറ്റെടുക്കാൻ കർഷകന്റെ അനുവാദം ആവശ്യമില്ല എന്ന രീതിയിൽ ഒരു ഓർഡിനൻസ്, ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. നമ്മൾ ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ 300ഓളം സംഘടനകളുടെ ഒരു ഐക്യം സൃഷ്ടിക്കാൻ സാധിച്ചു. പെരിന്തല്ലൂർ കുരിക്കൽപ്പടി നടന്ന സെമിനാറിൽ ജില്ലാ കമ്മിറ്റി അംഗം ശിവദാസൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P അംസക്കുട്ടി, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K നാരായണൻ, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, P മുനീർ, K മുഹമ്മദ് ഫിറോസ് എന്നിവർ സംസാരിച്ചു. C ഹരിദാസൻ സ്വാഗതവും ധനീഷ് നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. തിരുപ്പൂക്കയിലെ ഇന്ത്യ നമ്പർ 1 ATM കൗണ്ടറിൽ നിന്നും പഴകിയതും കീറിയതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതി. കോട്ടക്കൽ വെന്നിയൂർ സ്വദേശി ബാവയ്ക്കും പൂക്കയിൽ കള്ളിയത്ത് ആശുപത്രി മാനേജർ സന്തോഷ് കുമാറിനുമാണ് കീറിയതും പഴകിയ നോട്ടുകളും ലഭിച്ചത്. തിരുപ്പൂക്കയിലെ ഇന്ത്യ നമ്പർ 1 ATM കൗണ്ടറിൽ നിന്നുമാണ് കീറിയതും പഴക്കം ചെന്നതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതിയുള്ളത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ കോട്ടക്കൽ വെന്നിയൂർ സ്വദേശി ബാവ തന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുകയിൽ നിന്നാണ് 500 കീറിയതും പഴക്കം ചെന്നതുമായ നോട്ടുകൾ കൈപ്പറ്റേണ്ടി വന്നത്. ഞങ്ങൾ തിരൂർ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ATM കണ്ട് ഇവിടെ നിന്ന് നിർത്തിയിട്ട് പൈസ എടുത്തതാണ്. ഫസ്റ്റ് 4000, അതിൽ 4 നോട്ട് 5 നോട്ട് ഡാമേജ്. പിന്നെ രണ്ടാമത് 1000 എടുത്തിൽ അതിലൊരു 500 നോട്ട് ഇതുപോലെ ഡാമേജ് നോട്ട്. അപ്പോൾ ആ പീടിയത്തെ കാക്കാനെ കൊണ്ട് ചോദിച്ചു, അതിൻ്റെ ആളെ നമ്പർ ചോദിച്ചു. അപ്പോഴാണ് അതിൻ്റെ ആൾ വന്നത്. അതിൻ്റെ ആൾ വന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഡാമേജ് നോട്ട് വരില്ല, അതിന് വേറെ ബോക്സാണ് സെപ്പറേറ്റ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ന്യായങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പോൾ വരാമെന്നിങ്ങോട്ട് പറഞ്ഞു, പക്ഷേ മൂപ്പരെതിരെ വന്നിട്ടില്ല. വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിരുന്നു ഇവിടെ വന്നിട്ട്. ഇതുവരെ മൂപ്പര് ഇങ്ങോട്ട് എത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞ് സ്റ്റേഷനിൽ പോകണം എന്നാണ് പറഞ്ഞത്. സ്റ്റേഷനിൽ പോകണം. കാരണം നമ്മളിപ്പോൾ അതൊരു അത്യാവശ്യം വേണ്ടി പൈസ എടുത്തതാണ്. നോട്ടുകൾ കണ്ട അമ്പരന്ന് ഇദ്ദേഹം ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് മാറ്റിത്തരാമെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇദ്ദേഹം മാധ്യമങ്ങളെയും പോലീസിനെയും വിവരം അറിയിച്ചതോടെ പണം മാറ്റി നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാവുകയായിരുന്നു. അവർ ഈ നോട്ട് കിട്ടിയ പാടന്നെ അവരാകെ അമ്പരന്ന് പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ, കാരണം ഞങ്ങളും കൂടി കണ്ടതാണ്, തൊട്ടടുത്ത് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് ഈ ATM കൗണ്ടർ ഉള്ളത്. ഇവിടെ പല സമയത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ 1-2 നോട്ടുകളൊക്കെ ആയിട്ട് പലപ്പോഴും വന്നതുകൊണ്ടാണ് ഈ വിഷയം ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത്രയും വലിയ അധികം നോട്ടുകൾ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളത് ഒരു സംശയം ബലപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ATM ലോഡ് ചെയ്യുന്ന ആളെ നമ്പർ ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അവരെ വിവരം അറിയിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരോട് നാളെ പൈസ തരാം എന്നുള്ള ഒരു സമീപനമാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത് സമീപത്തുള്ള ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വേറൊരാൾ പിന്നെ അത് പുറത്താണ്, കോഴിക്കോടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയാം ഇതിലങ്ങനെ അവർ ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഒരു ബാങ്കിൽ നിന്ന് കൊടുത്ത, ഫെഡറൽ ബാങ്കിൽ നിന്ന് കൊടുത്ത നോട്ടാണ് അവർ ലോഡ് ചെയ്യുന്നത് പറഞ്ഞത്. അങ്ങനെ ബാങ്കിൽ നമ്മൾ സാധാരണ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു നോട്ട് കൊണ്ട് കൊടുത്താൽ ബാങ്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ കെട്ടുകളൊക്കെ ഇതിലിങ്ങനെ അവർ ചെയ്യും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇത്തരം ATMകൾ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ അതിൻ്റെ ലാഭം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. എന്തായാലും വേണ്ട നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാത്രി 9 മണിയോടെ പൂക്കയിൽ കള്ളിയത്ത് ആശുപത്രി ജനറൽ മാനേജർ സന്തോഷ് കുമാർ പണം പിൻവലിച്ചപ്പോൾ 5000 രൂപയിൽ 2 കീറിയ നിലയുള്ള 500 നോട്ടുകളാണ് കൈപ്പറ്റേണ്ടി വന്നത്. ഇതോടെ ബാങ്കിന്റെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയിൽ പൊതുജനം ആശങ്കയിലാണ്. ഒരു പെൻസിൽ കൊണ്ട് വരച്ചൊരു വര നോട്ടിലുണ്ടെങ്കിൽ അതുപോലും ക്രിമിനൽ കുറ്റമാണെന്ന് നമുക്ക് ഗവൺമെൻറ് തരുന്ന വാണിംഗ് ഉണ്ട് ഈ സമയത്ത്. അത് ബാങ്കിൻ്റെ ATM നിന്ന് അതിനെക്കാട്ടിലും ഗുരുതരമായ രൂപത്തിലുള്ള നോട്ടുകളാണ് വരുന്നത്. ഇതിപ്പോൾ സമത് പറഞ്ഞ മാതിരി മനഃപൂർവ്വം വെച്ചതാണെന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അതിന് ശേഷം എടുത്ത നോട്ടുകളൊക്കെ ഇതുപോലെ പഴകിയ നോട്ടുകളാണ്. അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ബാങ്കുകളുടെ പേരിൽ ശരിക്കും നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തിരൂരിൽ ഒരുക്കങ്ങളായി. ഡിസംബർ 11, 12 തീയതികളിൽ തിരൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് 11-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 300ഓളം കായിക പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 11, 12 തീയതികളിൽ തിരൂർ നഗരസഭ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ നടക്കുന്ന 46ാമത് സംസ്ഥാന പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മത്സരത്തിന് ആതിഥ്യമരുളുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 300ഓളം കായിക പ്രതിഭകൾ 2 ദിവസത്തെ മത്സരത്തിൽ പങ്കെടുക്കും. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിനെത്തുന്നുണ്ട്. മത്സരം 11-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 46ാമത് പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ പോകുന്നത്. 2 ദിവസങ്ങളിലായി ഈ വരുന്ന ശനി, ഞായർ 11, 12 തീയതികളിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളടക്കമുള്ളവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ താരങ്ങൾ നിരവധി പേർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. കോഴിക്കോട് നിന്നുള്ള 4 പേര് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ അനുമോദിക്കുന്ന ചടങ്ങും ഈ വേദിയിൽ നടക്കുന്നുണ്ട്. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയാകും. തിരു RDO സുരേഷ് കുമാർ ഭദ്രദീപം തെളിയിക്കും. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന യോഗം കുറുക്കുളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്യും. തിരു DYSP ബെന്നി വി സമ്മാനദാനം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് W സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ രമ ശശിധരൻ, മുജീബ് താനാളൂർ, P സുധാകരൻ, K വത്സല, T സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വഖഫ് സംരക്ഷണ റാലിയുടെ പ്രചരണാർത്ഥം പുറത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വിളംബര ജാഥ നടത്തി. ജാഥ പുതുപ്പള്ളി അത്താണിപ്പടിയിൽ സമാപിച്ചു.
പുറത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. പുതുപ്പള്ളി അത്താണിപ്പടിയിലാണ് ജാഥ നടന്നത്. മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ IP ജലീൽ, മുസ്ലിം യൂത്ത് ലീഗ് പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി സാദിഖ് അലി, യൂത്ത് ലീഗ് ഗവർണർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അസ്കർ മാസ്റ്റർ, ഷാനിബ്, ഇസ്മായിൽ പുതുപ്പള്ളി, മനാഫ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. തിരുവങ്ങാടി നഗരസഭയിലെ സഹായധന പെട്ടി തകർത്ത് പണം കവർന്നതായി പരാതി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തിട്ടമില്ല. നഗരസഭാ അധികൃതർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാവിലെ നഗരസഭാ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് പണപ്പെട്ടി കവർച്ച ചെയ്യപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. നഗരസഭയിൽ പരിരക്ഷ ഹോം കെയറിനായി സ്ഥാപിച്ചിട്ടുള്ള സഹായധന പെട്ടിയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. നഗരസഭയിലെത്തുന്നവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി പെട്ടിയിൽ നിക്ഷേപിക്കുന്ന പണമാണ് കവർന്നത്. എത്ര രൂപ നഷ്ടമായിട്ടുണ്ടെന്ന് വ്യക്തമല്ല. പോലീസിൽ പരാതി നൽകിയതായും എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്തണമെന്നും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വരുന്ന ആളുകൾ നിക്ഷേപിക്കുന്ന തുകയുടെ ബോക്സ് മുകൾ നിലയിൽ പൊട്ടിച്ച നിലയിൽ കണ്ടിരിക്കുന്നത്. അതിലുണ്ടായിരുന്ന പണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയാണ് പണമെന്ന് പിന്നെ ബോക്സ് നമ്മൾ പൊട്ടിക്കാത്തത് മൂലം അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നഗരസഭ നൽകിയിട്ടുണ്ട്. എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ളതാണ് നഗരസഭ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നഗരസഭാ കെട്ടിടത്തിനുള്ളിൽ പ്രവേശന കവാടത്തിൽ നിന്ന് മാറിയാണ് സഹായധന പെട്ടി സ്ഥാപിച്ചിരുന്നത്. പലരും പല തുകകൾ പെട്ടിയിൽ നിക്ഷേപിക്കാറുണ്ട്. ചൊവ്വാഴ്ച നഗരസഭയിലെത്തിയ ജീവനക്കാർ നഗരസഭയുടെ 3ാം നിലയിലാണ് തകർക്കപ്പെട്ട നിലയിൽ ബോക്സ് കണ്ടെത്തിയത്. പെട്ടിയുടെ മുകൾ ഭാഗം തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. ഏതാനും നാണയത്തുട്ടുകളും ചെറിയ കറൻസികളും മാത്രം പെട്ടിയിൽ അവശേഷിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്നും പെട്ടി തുറന്ന് പണം എണ്ണി തിട്ടപ്പെടുത്താത്തതുകൊണ്ട് എത്ര രൂപ നഷ്ടമായിട്ടുണ്ടെന്ന് നിശ്ചയമില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ജൈവ കർഷകർക്കുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായുള്ള ജൈവ കർഷകർക്കുള്ള പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗ്യവശാൽ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പദ്ധതി അനുവദിച്ച് കിട്ടി പഞ്ചായത്തിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷി ഓഫീസും കർഷകരും വലിയ പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ്. വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷനായിരുന്നു. താനാളൂർ പഞ്ചായത്തിലെ കർഷകർക്ക് വേണ്ടി കൃഷിഭവന്റെ കീഴിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് നേടിയ ചന്ദ്രൻ മാസ്റ്റർ ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമീറ, സിനി, കൃഷി ഓഫീസർ ശില്പ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. വീട്ടുമുറ്റത്തെ ഉപയോഗത്തിലുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. നന്നമ്പ്രയിലാണ് സംഭവം. കിണർ പൂർണ്ണമായും തകർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണർ അപ്രതീക്ഷിതമായി ഇടിഞ്ഞു താഴ്ന്നു. നന്നമ്പ്ര പഞ്ചായത്ത് 15ാം വാർഡിലെ GLP സ്കൂളിന് സമീപം കാഞ്ഞിരത്തിൽ വിനീഷിന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. രാവിലെ 10:00 ശേഷമാണ് സംഭവം. അതുവരെയും വീട്ടുകാർ വെള്ളം എടുത്തിരുന്നതാണ്. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കിണർ താഴ്ന്നത് കണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത, വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷെമീന, വാർഡ് മെമ്പർ ഷാവുൽ ഹമീദ്, പ്രസന്നകുമാരി, പൊതുപ്രവർത്തകരായ മുസ്തഫ, ദാസൻ, ഹുസൈൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് താരങ്ങൾക്ക് ജന്മനാട് ഊഷ്മളമായ സ്വീകരണം നൽകി. മോരിയിലെ സ്വതന്ത്ര സുവർണ ജൂബിലി സാംസ്കാരിക നിലയം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിൽ നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത മോരിയിലെ താരങ്ങൾക്കാണ് മോരിയിലെ സ്വതന്ത്ര സുവർണ ജൂബിലി സാംസ്കാരിക നിലയം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. താരങ്ങൾക്കും പരിശീലകനും ഉപഹാരങ്ങൾ നൽകി. 130 കോടി ജനങ്ങൾക്ക് മേലെയുള്ള നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളായിട്ട് അവർക്ക് അവസരം ലഭിക്കുക. അതുപോലെയാണ് നമ്മുടെ ഫുട്ബോൾ. അതുപോലെ ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളൊക്കെ തന്നെ അവരവരുടെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുകൾക്ക് വലിയ മൂല്യമാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രത്യേകിച്ചും.
സാംസ്കാരിക നിലയം പ്രസിഡന്റ് രാജീവ് പോക്കാട്ട് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ്, കൗൺസിലർമാരായ റഷീദ് മോര്യ, നൌഷാദ് പി വി, അഷ്റഫ് വി പി, പൊതുജനമിത്രം വായനശാല പ്രസിഡന്റ് പി ബാലൻ നായർ, പരിശീലകൻ കെ ഹംസ, എ പി സുബ്രഹ്മണ്യൻ, കെ മുഹമ്മദ് കുട്ടി, കെ പ്രകാശൻ, എ പി രാമൻ, സി രാധാകൃഷ്ണൻ, എ പി വിജയൻ, വി അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. താരങ്ങളായ സാന്ദ്ര എം, സയന കെ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ബഷീർ പുത്തൻ വീട്ടിലിന് തിരൂർ പൗരാവലിയുടെ ആദരം. തിരുത്തുഞ്ചംപറമ്പിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. 1971 കോളേജ് പഠനകാലത്ത് പത്രപ്രവർത്തന രംഗത്തെത്തിയ ബഷീർ പുത്തൻ വീട്ടിൽ 76 മുതൽ ബിപിങ്ങാടി കേന്ദ്രീകരിച്ച് പ്രഹേളിക മാസികയും ദിനപത്രവും ആരംഭിച്ചു. മാധ്യമരംഗത്ത് ബഷീർ പുത്തൻ വീട്ടിലെ ശിഷ്യഗണങ്ങൾ സ്വദേശത്തും വിദേശത്തും നിരവധി പേരുണ്ട്. പ്രഹേളിക ബഷീർ എന്ന ഇതിലൂടെയാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം വളരെ മാസികകളിലും ഒക്കെ ചെറുതായി ഇറക്കുകയും അതിലൊക്കെ എഴുതി തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരാൾ കൂടിയാണ്. ഒരുപാട് നാടകങ്ങളിൽ സെൽറ്റിയാക്കൊക്കെ അറിയാം, സെൽറ്റിയാക്കാൻ്റെ കാലത്തൊക്കെ തുടങ്ങിയ നാടകങ്ങളൊക്കെ അഭിനയിച്ച് സൗമ്യനായിക്കൊണ്ട് തിരൂരിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തെ തിരൂർ പൗരാവലി ആദരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ചയാണ് ആദരവ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അബ്ദുറഹിമാൻ, ശ്രീ നമ്മുടെ MLA ശ്രീ കുറുക്കോടി മൊയ്തീൻ, നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ, ബ്ലോക്ക് പ്രസിഡന്റ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. മലയാള സാഹിത്യ രംഗത്ത് ഇന്ന് അറിയപ്പെടുന്ന പല എഴുത്തുകാരും ആദ്യഘട്ടങ്ങളിൽ പ്രഹേളിക മാസികയിലൂടെയാണ് എഴുതി തുടങ്ങിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് തുഞ്ചംപറമ്പിൽ നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉപഹാര സമർപ്പണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ, ആകാശവാണി ന്യൂസ് റീഡർ ഹക്കീം കൂട്ടായി, മലയാള സർവകലാശാല മാധ്യമ പഠന വിഭാഗം മേധാവി ഡോക്ടർ R രാജീവ് മോഹൻ തുടങ്ങിയവർ സംസാരിക്കും. ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും തൻ്റെ പത്രപ്രവർത്തനവും തൻ്റെ നാടകവും തൻ്റെ കലയും ഒഴിവാക്കാൻ ബഷീർ സന്നദ്ധനായിട്ടില്ല. അതിപ്പോൾ തന്നെ അരങ്ങ് എന്ന് പറയുന്ന ഒരു നാടക സംഘടനയുണ്ട്, അതിൻ്റെ ചെയർമാനാണ് വിഷയം. ഏതായാലും ബഷീർ പുത്തൻ വീട്ടിലിനെ ആദരിക്കുന്നതോടെ അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ തിരൂർ സ്വയം ആദരിക്കപ്പെടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ PP അബ്ദുറഹ്മാൻ, CLT തിരൂർ, മുജീബ് താനാളൂർ, അനിൽ കോവിലകം, E ഫൈസൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സംഗീതത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലെന്ന മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ പാട്ടിൽ ഗായകൻ സംഗീതം മാത്രമാണ് നോക്കുന്നത്. കക്കാട് കരിമ്പിൽ ഗസൽ കൂടിന് 5ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൂഫി ജീവിതവും പാട്ടുമൊക്കെ ഒരേ രീതിയിൽ ബന്ധപ്പെട്ടു കിടക്കുകയാണെന്നാണ് പൊതുവെ സമൂഹത്തിന്റെ ധാരണ. എന്നാൽ ഇത് തെറ്റാണെന്ന് പ്രമുഖ മാപ്പിളപ്പാട്ട് നിരൂപകനും ഗവേഷകനുമായ ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. സൂഫി എഴുത്തുകാരനും പാട്ടുകാരും സൂഫി ജീവിതവുമെല്ലാം വെവ്വേറെയാണ്. ഇപ്പോഴത്തെ പല ഗായകർക്കും മാപ്പിളപ്പാട്ട് അലർജിയാണ്. മാപ്പിളപ്പാട്ട് പാടുമെന്ന് പറയാൻ പോലും മടിയുമാണ്. ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല മാപ്പിളപ്പാട്ടെന്നും ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. അത് പാടിയ വലിയ സംഭവമാണ് തോന്നുന്നു. പക്ഷെ എനിക്ക് ഈ പാട്ട് എങ്ങനെ മാപ്പിളപ്പാട്ട് പറയാൻ പാടി ഞാൻ കേട്ടില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു സുഖമുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനി KV അബൂബക്കർ ഉസ്താദ്, ഹാജി അബ്ദുൽ റസാഖ് ഉസ്താൻ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പോഴത്തെ ആളുകളൊക്കെ സംസാരിക്കുന്നതും പാടുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആർക്കും സൂഫി ഗാനങ്ങളൊക്കെ എഴുതാം. ലോകത്ത് ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് സംഗീതത്തിന്റെ സ്ഥാനമെന്നും ഫൈസൽ വ്യക്തമാക്കി. കക്കാട് കരുമ്പിൽ ഗസൽകോഡിന്റെ 5ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AVയുടെയും KTയുടെയും ATയുടെയും ഒക്കെ നാട്ടിൽ പുതിയ തലമുറകളെ സംഗീതരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരം ഗസൽ കൂടുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ് OC ബഷീറിന്റെ പ്രയത്നത്തിലാണ് നാട്ടിൻപുറത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗസൽ കൂടിന് തുടക്കം കുറിച്ചത്. പ്രഗത്ഭരും പ്രദേശവാസികളുമായ നിരവധി പേർ പാട്ട് പാടുന്നതിനും പഠിപ്പിക്കുന്നതിനും പുതിയ പാട്ടുകൾ പരിശീലിക്കുന്നതിനുമായി ഗസൽ കൂട്ടിലെത്താറുണ്ട്. OC ബഷീർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൽ ഗഫൂർ, ജാവേദ്, CP മുസ്തഫ, സുൽത്താൻ ബാഷ, റനീഷ് കൊടിഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. തവക്കൽ മുസ്തഫയുടെ നേതൃത്വത്തിൽ സൂഫി സംഗീതവും അരങ്ങേറി. ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളിയാഴ്ച തിരൂരിൽ കമ്മ്യൂണിസം, നാസ്തികത, ഇസ്ലാം എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വൈകിട്ട് 4:30 നടക്കുന്ന സെമിനാർ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തിരൂരിൽ അറിയിച്ചു.
കേരളത്തിന്റെ ധാർമ്മികാന്തരീക്ഷവും സൗഹാർദ്ദാന്തരീക്ഷവും തകർക്കുന്നതിൽ കമ്മ്യൂണിസവും നാസ്തികതയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സമൂഹത്തിന്റെ സൗഹൃദാന്തരീക്ഷവും സമാധാനവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇസ്ലാമിന്റെ പങ്ക് അന്വേഷിക്കുന്ന സെമിനാർ വെള്ളിയാഴ്ച തിരുവാകണ്ടാതി ടൗൺ ഹാളിൽ നടക്കും. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ അകറ്റാൻ സഹായകമാകുന്നതായിരിക്കും സെമിനാറെന്നും ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ്, ജീവിത പരിസരത്തിൻ്റെ പേരാണ് മതേതരത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയ സംവാദത്തിൻ്റെ, ആശയ സൗഹൃദത്തിൻ്റേതായിട്ടുള്ള വലിയ ഒരു ഈടുറ്റ പാരമ്പര്യം തീർച്ചയായും ഇന്ത്യക്കും കേരളത്തിനുമുണ്ട്. ഈ മതസഹിതമായിട്ടുള്ള ഈ മതേതര പാരമ്പര്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങളുടെ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരാശയ സംവാദത്തിന്, സൗഹൃദത്തിൻ്റെതായ ഒരാശയ സംവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. സെമിനാർ വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ടൗൺ ഹാളിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ, സംസ്ഥാന സമിതി അംഗം കെ യൂസഫ് ഉമരി, ഡോക്ടർ ആർ യൂസഫ്, SIO സംസ്ഥാന സെക്രട്ടറി വാഹിദ് ചുള്ളിപ്പാറ, സലീം അമ്പാട് എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമദ് കുന്നക്കാവ്, MC നസീർ, ഹംസ ഉമരി, ഡോക്ടർ നാസർ കുരുക്കൽ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ ഇന്ന് 5038 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 68,427 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആകെ മരണം 42,014 439 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 202 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ ഇതുവരെ 48.90 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. കേരളത്തിൽ ഇന്ന് 5038 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 773 രോഗികളുള്ള തിരുവനന്തപുരം ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. ഏറ്റവും കുറവ് രോഗികളുള്ളത് 92 രോഗികളുള്ള കാസർഗോഡ് ജില്ലയിലാണ്. 24 മണിക്കൂറിടെ 68,427 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 19 തദ്ദേശ പ്രദേശങ്ങളിലായി 21 വാർഡുകളുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,63,682 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 1,58,990 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 4,692 പേർ ആശുപത്രികളിലുമുണ്ട്. 261 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പീൽ നൽകിയ 77 മരണങ്ങളുമടക്കം ആകെ മരണസംഖ്യ 42,014 4,724 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 17 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 244 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,039 പേർ രോഗമുക്തി നേടി. ഇതോടെ 40,959 പേരാണ് ഇപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 202 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 3.39% TPR. ആകെ 5,954 സാമ്പിളുകൾ പരിശോധിച്ചു. 2 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. 193 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായി. അതേസമയം ജില്ലയിൽ ഇതുവരെ 48,90,945 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് വിതരണം ചെയ്തത്. ഇതിൽ 30,55,732 പേർക്ക് ഒന്നാം ഡോസും 18,35,213 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. തിരൂരങ്ങാടിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ ഡ്രൈനേജ് നിർമ്മാണം ആരംഭിച്ചു. തിരൂരങ്ങാടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത്. തിരൂരങ്ങാടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ ഡ്രൈനേജ് നിർമ്മാണം ആരംഭിച്ചു. 12 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. തിരൂരങ്ങാടിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്ന ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്കൽ അറിയിച്ചു. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡിലെ ഡ്രെയിനേജ് നിർമ്മാണത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വാർഷിക പദ്ധതി 12 ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതിക്കായി നീക്കിവെച്ചത്. പിന്നെ ഒരുപാട് പ്രശ്നപരിഹാരമാകുന്ന പദ്ധതിയാണിത്. നിലവിലുള്ള നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണത്തിൽ UNCC നിർമ്മിച്ച ഡ്രെയിനേജ് ഔട്ട്ലെറ്റ് ഈ റോഡിലാണ് വന്ന് നിൽക്കുന്നത്. അതിനെ ബന്ധിപ്പിച്ച് പിന്നെ ഈ ഡ്രെയിനേജ് പണിയോട് കൂടിയിട്ട് ഈ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡോരത്തെ അഴുക്കുചാൽ പൊളിച്ചു നീക്കി മണ്ണ് റോഡിൽ തള്ളി വഴി തടസ്സപ്പെട്ടതിനെ തുടർന്ന് വിവാദത്തിലായ ഓട അശാസ്ത്രീയമായി അടച്ചതുമൂലം സമീപത്തെ കടകളിൽ വെള്ളം കയറിയിരുന്നു.
പരപ്പനങ്ങാടി മലപ്പുറം പ്രധാന റോഡിൽ നിന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിലക്കാട്, ഈസ്റ്റ് ബസാർ, പള്ളിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളായി താറുമാറായി കിടക്കുകയായിരുന്നു. തുടർന്ന് റോഡിലെ മണ്ണ് നീക്കം ചെയ്യാത്തതിനെതിരെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംയുക്തമായി റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു. അന്നത്തെ നഗരസഭാ സെക്രട്ടറിയെ വഴിതടഞ്ഞും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റാതെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇവിടം. കഴിഞ്ഞ ദിവസമാണ് പ്രവൃത്തിക്ക് നഗരസഭ ഫണ്ട് നീക്കിവെച്ച് തുടങ്ങിയത്. തിരൂരിലെ വലിയകത്ത് കുടുംബം പ്രതിഭകൾക്ക് ആദരമൊരുക്കുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കലീസ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരൂരിലെ വലിയകത്ത് കുടുംബത്തിലെ പഠനരംഗത്തും കലാരംഗത്തും കഴിവ് തെളിയിച്ചവരെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കലീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ റീമ ഷാജി, ആയിഷ ഷംസുദ്ദീൻ, ഫായിസ യൂനുസ് എന്നിവരെയാണ് ആദരിക്കുന്നത്. പഠിത്തത്തിലും രചനയിലും കഴിവ് തെളിയിച്ച 3 യുവ പ്രതിഭകളെ ഈ ഡിസംബർ 11 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കലീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവർക്ക് ഉപഹാരങ്ങളും ക്യാഷ് അവാർഡ് നൽകി അവരെ ആദരിക്കുകയാണ്. കുടുംബത്തിലെ കാരണവരായ പന്തീരങ്കാവുള്ള റിട്ടയർഡ് DMO ഡോക്ടർ ബഷീർ വലിയകത്താണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ഖാദർ കൈനിക്കര, വലിയകത്ത് അബ്ദുൽ ഖാദർ, അടിപ്പാട് സാദ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ ബേപ്പിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാർഹിക പീഡന സ്ത്രീദിന വിരുദ്ധ സൈക്കിൾ റാലി നടത്തി. PTA പ്രസിഡന്റ് സമീർ പൂക്കയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും ലിംഗവിവേചനത്തിനുമെതിരായി അന്താരാഷ്ട്ര ദിനമായ നവംബർ 25 മുതൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 വരെ നീളുന്ന ഓറഞ്ച് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ബേപ്പിയങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പീഡനങ്ങൾ ഏൽക്കാത്ത പ്രകാശമാനമായ ഒരു ഭാവിയെ സൂചിപ്പിച്ച സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ഓറഞ്ച് നിറത്തിലുള്ള റിബൺ ധരിച്ചും പ്ലാക്കാർഡുകളും ഏന്തിയാണ് റാലി നടത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് SI ഷുക്കൂർ, പ്രിൻസിപ്പൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ PTA പ്രസിഡന്റ് സമീർ പൂക്കയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഒപ്പുശേഖരണവും നടത്തി. അധ്യാപകർ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നൂരിലെ വ്യോമസേന ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് മരണപ്പെട്ടു. വിടവാങ്ങിയത് രാജ്യത്തെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി. വഖഫ് നിയമന വിവാദത്തിൽ സമരത്തിനില്ലെന്ന് സമസ്ത. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഒരു സമരത്തിനും സമസ്ത ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തിരൂരിലെ ഇന്ത്യ 1 ATMിൽ നിന്നും പഴകിയതും കീറിയതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതി. കോട്ടക്കൽ വെന്നിയൂർ സ്വദേശി ബാബയ്ക്കും പൂക്കൽ കള്ളിയത്ത് ആശുപത്രി മാനേജർ സന്തോഷ് കുമാറിനുമാണ് കീറിയ നോട്ടുകൾ ലഭിച്ചത്. കേരളത്തിൽ 5038 പേർക്ക് കോവിഡ്. ജില്ലയിൽ ഇതുവരെ 48.90 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.